കമൻസുകൾ അവിടെ വന്നോട്ടെ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പറയുന്നവരോട് പറഞ്ഞോട്ടെ, നിങ്ങൾ അതിനൊന്ന് റീപ്ലൈ കൊടുക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാനിനി റീപ്ലൈ ഒന്നും കൊടുക്കണില്ല, പറയുന്നവർക്ക് എന്തും പറയാം, പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വർക്കിൻ്റെ കാര്യം, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിക്കൂടെ. ഞാൻ എന്താ വിചാരിക്കുന്നത് അറിയോ, പഠിക്കാൻ എന്തിനേലും പോയാലോ നോക്കണം. പഠിക്കാന്ന് വെച്ചാൽ നമുക്കൊരു കൈത്തൊഴിൽ പോലെ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ നോക്കിയാലോ, ഇല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് അടിക്കാനും ട്രൈ ആക്കിയാലോ എന്ന് നോക്കണം. കാരണം പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയാലും പ്രൊമോഷൻ വർക്ക്, വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാമല്ലോ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്, യൂട്യൂബിലത്തെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പുറത്ത് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഷാജി ഇപ്പോൾ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു യൂട്യൂബറാണ്. പുള്ളിക്കാരുടെ വീട് പാലക്കാടാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ 1-2 വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് തൂങ്ങി മരിച്ചതാണ്, 5 മക്കളാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ എന്താ പറയുക, അടുത്ത് പ്രൊമോഷൻ്റെ കാര്യത്തിനായിട്ട് വയനാട്ടിലൊരു ഇതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, പ്രൊമോഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് താഴെ വന്ന കുറേ കമൻസുകളും കാര്യങ്ങളൊക്കെ കണ്ടുട്ടോ. ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിക്കുന്ന, അവരെ ഇറിറ്റേഷൻ ചെയ്യിപ്പിക്കുന്ന, അവരുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ഓരോ കാര്യത്തിനാണെങ്കിലും ഭയങ്കരമായിട്ട് അവരെ എന്താ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ളൊരു ഇത് തോന്നിയിട്ടാണ്. അപ്പോൾ അവർ ഭർത്താവ് മരിച്ചു, അവരങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുവെങ്കിൽ അതിനിപ്പോൾ എന്താ പ്രശ്നം, അത് നിങ്ങൾക്കിപ്പോൾ എന്താ അതിൽ പ്രശ്നം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാം മൂടി പുതച്ച് ഇതാക്കിയിട്ട് നടക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ അവർ തന്നെ പറയുന്നത്, ഞാൻ ഗൾഫിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്നിട്ട് 10,000 15 അല്ലെങ്കിൽ 8 ഒക്കെ കിട്ടിയിട്ട് ഒന്നും നടക്കില്ല. 5 മക്കളാണ്, നമുക്ക് 1-2 മക്കളെ വളർത്താൻ തന്നെ എന്തെല്ലാം പാടാണ്. അപ്പോൾ ഈ 5 മക്കളെ വളർത്താനുള്ള കഷ്ടപ്പാട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇവരുടെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടു കേട്ടോ. നിൻ്റെ ഭർത്താവ് മരിച്ചതല്ലേ, നിനക്ക് ഇങ്ങനെ നാണമില്ല ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാൻ, അതുപോലെ തന്നെ എന്താ പറയുക ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ഇട്ടിരിക്കുന്നത്, നീ ആരിൻ്റെ കൂടെയാണ് അവിടെ പോയത്, ആണുങ്ങളുടെ കൂടെയല്ലേ നീ പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്, നിങ്ങൾ അവരുടെ ആരുമല്ലല്ലോ. അവർ ഒരു പെണ്ണ് 5 മക്കളുടെ ഉമ്മയാണ്, അവൾക്ക് അവളുടെ ശരീരം സൂക്ഷിക്കാനും അവളുടെ ഇത് സൂക്ഷിക്കാനും അവൾക്ക് അറിയില്ല. അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം അവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് മനസ്സിലായില്ല. അവരുടെ പ്രൊമോഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പോകുന്നു, അതിലിപ്പോൾ ഇത്രയും നെഗറ്റീവുകളും അതുപോലെ തന്നെ അവർ ധരിച്ച ഡ്രസ്സിന് ഇത്രയും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയ്ക്കുള്ള കയ്യിൻ്റെ ഡ്രസ്സായിട്ട് അതിനൊക്കെ നാണമില്ല, കുറച്ചുകൂടെ അതായിട്ടുള്ളത് ഇട്ടൂടെ. അത് പുള്ളിക്കാരിക്ക് അത് കംഫർട്ടബിളായിട്ട് തോന്നി, അത് പുള്ളിക്കാരി ഇട്ടു. അതിനിപ്പോൾ ഇത്രമാത്രം നെഗറ്റീവ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കൂ. ഉള്ളിൻ്റെ ഉള്ളിലോ ക്യാരക്ടറാണ്, അതൊരു ഡ്രസ്സിങ്ങിലോ വേറുള്ളതിലോ ക്യാരക്ടർ മാറില്ല, മനസ്സിലാവണ്ട. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പൈസ വന്നു, ലക്ഷങ്ങൾ എനിക്ക് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ലക്ഷമാണ് എൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്നെ സഹായിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സഹായിച്ച ആൾക്കാർ എൻ്റെ സർജറിക്ക് വേണ്ടി സഹായിച്ചു. പിന്നെ ഞാനൊരു വീടിൻ്റെ കാര്യത്തിനോ വേറുള്ളതിനോ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബിൽ ഞാനൊരു സഹായം ചോദിച്ചിട്ടില്ല. അത് വെച്ചിട്ട് എനിക്കാരും എന്നെ സഹായിച്ചിട്ടുമില്ല. ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഇൻ്റർവ്യൂവിൽ വീടിനെ കുറിച്ച് അവർ ചോദിച്ചപ്പോൾ വീടിലെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞോളൂ. അതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരിക്കലും വീടിനെ പറ്റിയിട്ട് പറഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അഹങ്കാരം കൂടിയെന്ന് ഞാൻ പറയട്ടെ, എനിക്കെന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നാലും ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് സൗണ്ട് കൂടിയിട്ടാണ് സംസാരിക്കുള്ളൂ. അത് സ്വാഭാവിക, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഈ കമൻസുകളൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അഹങ്കാരം കൂടി. ഞാൻ ഇട്ട ഡ്രസ്സിന് എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് അതൊരു പ്രൊമോഷനായിട്ട് കിട്ടിയ ഡ്രസ്സാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, ചെയ്തു. പിന്നെ അതൊരു ഹാഫ് കൈയൊന്നുമല്ല, അതിപ്പോഴത്തെ മോഡൽ ഡ്രസ്സാണ്, ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ ഒരു ഇതാണത്. ഞാൻ ഫർദ ഇട്ടിട്ടാണ് പോയത്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഫർദ ഇടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മേലെന്ന് നമ്മളെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. കാരണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെയും കിതപ്പിൻ്റെയും എല്ലാം കൂടി ആയപ്പോൾ ഒരുമാതിരി എൻ്റെ ഡ്രസ്സ് ബോറായിട്ടും, പിന്നെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ആ ഡ്രസ്സ് ടൈറ്റായിട്ട് ഒട്ടി കിടക്കണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. കാരണം വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ചെയ്തതുകൊണ്ട്.
അപ്പോൾ എന്താ പറയുക, നിങ്ങൾ കമൻസ് ഇടണേം കൊണ്ട് കുഴപ്പമില്ല, കുറ്റങ്ങൾ പറയണേ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറ്റമല്ല പറയണത്, നല്ലതാണ് പറയണത്, നല്ല ഡ്രസ്സ് ഇട്ടോളൂ, നല്ല ഡ്രസ്സാണ് അത്, ഡ്രസ്സിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ അവിടുത്തെ ആ ഒരു ഇതിനനുസരിച്ച് ചെയ്തപ്പോൾ അത് അങ്ങനെ ആയി പോയി എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും എനിക്കതിൽ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരി വയനാട്ടിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയി, അതുപോലെ എന്താ പറയുക ഉമ്മാനെ കൂട്ടിയിട്ട് വെക്കൂടെ. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് എൻ്റെ ഉമ്മാനെ അത്രയും ദൂരം കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഉമ്മാക്ക് അസുഖങ്ങളും ഇതൊക്കെയാണ്, കുറച്ച് ദൂരം പോയാൽ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉമ്മാനെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കമൻറ്റുകൾ കണ്ടു, നീ അത് ചെയ്തു, നീ ഇത് ചെയ്തു, നീ ഹറാമിലേക്കാണ് പോകുന്നത്, അതാണ് ഇതാണ്. അപ്പോൾ ആണുങ്ങൾ അന്യ പെണ്ണുങ്ങളുടെ വീഡിയോ കാണുന്നത് ഹറാമല്ലേ, അതുപോലെ എന്താ നോക്കുകയാണെങ്കിൽ എല്ലാം ഹറാമാണ്. ആരപ്പോൾ അതായിട്ട് ജീവിക്കുന്നത്, ഞാനതായിട്ട് തെറ്റായിട്ട് പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നവർക്ക് കാര്യങ്ങൾ പറയണം. അതുപോലെ പുള്ളിക്കാരി ആരിനെയൊക്കെ പൈസ പറ്റിച്ചു, അതാണ് ഇതാണ്. പുള്ളിക്കാരി ആരിന് പൈസ പറ്റിച്ചിട്ടൊന്നുമില്ല. പുള്ളിക്കാരിയെ സഹായിക്കുന്നവർ അക്കൗണ്ട് നമ്പർ ചോദിക്കും, അതുപോലെ ഗൂഗിൾ പേ നമ്പർ ചോദിക്കും, അങ്ങനെ കൊടുക്കും. അല്ലാതെ പുള്ളിക്കാരി ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് എന്താണ് കേടപേക്ഷിച്ചിട്ടും ഇതായിട്ടൊന്നും പുള്ളിക്കാരി പൈസ പിരിക്കിയതായിട്ട് അങ്ങനെയുള്ള വീഡിയോസുകളൊന്നും കണ്ടിട്ടില്ല. ഈ 5 മക്കളായിട്ട് പോലും ആരുടെ അടുത്തും എനിക്ക് 5 മക്കളെ പോറ്റണം, എനിക്ക് ഇങ്ങോട്ട് പൈസ താന്ന് പറഞ്ഞിട്ട് ആരോടും പറയുന്നത് അതൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ആ തൈറോയിഡിൻ്റെ സമയത്ത് മാത്രമാണ് എന്നെ ഹെൽപ്പ് ചെയ്യണം, അത് പുള്ളിക്കാരിക്ക് ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കാം അതങ്ങനെ ചോദിച്ചു. അതിൻ്റെ ആ ഒരു ഓപ്പറേഷൻ്റെ ഇതിന് മാത്രമാണ് പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ട് അതിൽ വന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ എവിടെയും അങ്ങനെ ഇറക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് നിങ്ങളങ്ങനെ ഇങ്ങനെയുള്ള കമൻറ്റുകളിട്ട് അവരെ ദ്രോഹിക്കാതിരിക്കുക, അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോട്ടെ, വെറുതെ എന്തിനാണ് അവരെങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്, അവരുടെ ലൈഫായിട്ട് അവർ മുന്നോട്ട് പോവട്ടെ. അതൊരു സ്ത്രീയല്ലേ, ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ ഈ 5 മക്കളെ പോറ്റി വളർത്തുക പറയുമ്പോൾ നിസ്സാര കാര്യമൊന്നുമില്ല, ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾക്ക് മക്കളിനെ വളർത്തുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ 5 മക്കളായി കഴിഞ്ഞാൽ പറയാനുണ്ടോ? അപ്പോൾ അവരെ നോക്കി വളർത്തി ഇത്രയും വലുതാക്കി അവരെ ഈ 10-32 വയസ്സിനിടയിൽ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ബിഗ് സല്യൂട്ടാണ് ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ടത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഭർത്താവില്ലാതെ ആ ഒരു പെൺകുട്ടി 5 മക്കളെ പോറ്റി വളർത്തുന്നത്. അപ്പോൾ അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കൂ. കാരണം അഹങ്കാരമാണ് അവൾക്ക്. പൈസ വന്ന് എന്ത് പൈസയാണ് മനുഷ്യന്മാർ എനിക്ക് വരുന്നത് ആകെ എൻ്റെ വ്യൂസിന് വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടുള്ള പൈസ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, ലക്ഷങ്ങളൊന്നും എനിക്ക് വരുന്നില്ല. വരുന്ന പൈസയും കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മക്കൾക്കും ചിലവും കാര്യങ്ങളും A to Z വരെയുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ചെയ്യണം. ഒരു ഉറുപ്പ് എനിക്ക് ഒരാളുടെ നിന്ന് സഹായമില്ല. കാരണം യൂട്യൂബിലൂടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സഹായിച്ചു പറഞ്ഞില്ലേ, സർജറിക്ക് വേണ്ടിയിട്ട് സഹായിച്ചു. അൽഹംദുലില്ലാ സർജറി കഴിഞ്ഞു, അതിന് ശേഷം ഒരാൾ എന്നെ സഹായിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരായിട്ട് തരുന്ന ആൾക്കാർ വിളിച്ച് ഷാജി ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ ഞാൻ വേണ്ടാന്ന് പറയില്ല, കാരണം അവരൊരു നീയത്ത് വെച്ചിട്ട് തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ ഞാനത് മേടിക്കലുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഡ്രസ്സിങ് ഒരാളുടെ സ്വകാര്യതയാണ്. എന്ത് ഡ്രസ്സ് ഞാനിടണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ എൻ്റെ ഇക്കുള്ള ടൈമിൽ നല്ല മോഡൽസ് ഡ്രസ്സ് കോയമ്പത്തൂർ നാട്ടിൽ നിൽക്കുമ്പോൾ ഇത്രയ്ക്ക് മുടി വെട്ടി ഡ്രസ്സിങ് കാര്യങ്ങൾ. പിന്നെ ഇക്ക മരിച്ചതിൻ്റെ ശേഷം നല്ല രീതിയിൽ നടന്നൂടെ? ഞാൻ പറയട്ടെ, ഇക്ക മരിച്ചതിൻ്റെ ശേഷം നല്ല രീതിയിൽ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് എൻ്റെ മക്കളെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം എത്രയോ ആൾക്കാർ മക്കളെയൊക്കെ ഇപ്പോൾ എനിക്ക് 32 വയസ്സ് തള്ള വൈബാണെന്ന് പറയുന്ന ആൾക്കാർക്ക് പറയാനുള്ളതാണ്. 30 വയസ്സ് കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത്. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞാൽ ഇതപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഓരോ കുട്ടികളായിട്ടുള്ളൂ, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകൾക്ക്. അപ്പോൾ എന്താ പറയുക, എൻ്റെയൊക്കെ പറഞ്ഞാൽ 15 വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ ആ ഒരു പ്രായം വിട്ടിട്ട് 32 വയസ്സൊരു ഏജാണ്, തള്ളയായി 5 മക്കളാകുമ്പോഴേക്ക് തള്ളയായി എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതാണ്. അതുപോലെ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാർക്ക് ഭയങ്കര അഹങ്കാരമായി, ഷാജിദയ്ക്ക് ഭയങ്കര അഹങ്കാരമായി, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത, ഞാൻ വേറൊരു ഏതൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര അഹങ്കാരമായി പ്രതികരിക്കുന്നത് തന്നെ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ്. അപ്പം ശരിയാണ്, നമ്മൾ ഒരുപാട് കരഞ്ഞ് ഇപ്പോൾ ഒരു പുള്ളിക്കാരിക്ക് ഒരു ലൈഫ് ഒരു എന്താ പറയുക, ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവൾ സന്തോഷിക്കട്ടെ, അതിനും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് എന്തിനാണ്? ഇത്രയും ദുഷിച്ച ചിന്താഗതിയോടുകൂടി ജീവിക്കല്ലേ എന്നാണ് എനിക്ക് കമൻറ്റുകൾ
ഇടുന്നവരോട് പറയാനുള്ളത്, അവർക്കും ഒരു സന്തോഷം വേണ്ടേ. എപ്പോഴും കണ്ണീരൊഴുക്കി സങ്കടങ്ങൾ മാത്രം വന്ന് പറയുന്ന ഒരു വീഡിയോ ആണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവർ മാക്സിമം എൻജോയ് ചെയ്ത് അവർ ജീവിക്കട്ടെ. അവൾക്കും ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ. 32 വയസ്സാണ്, ജീവിതത്തിൽ ഒന്നും ആവാത്തൊരു സ്ത്രീയാണ്. എന്താ പറയുക, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടാണ് ഭർത്താവ് പോയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാടും ബുദ്ധിമുട്ടുകളും, അതുപോലെ ഇപ്പോൾ കുറച്ച് പുള്ളിക്കാരിക്കൊരു ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് പുള്ളിക്കാരി സന്തോഷത്തോടു കൂടി ഓരോ വീഡിയോകളും ചെയ്തതും അതിൽ സന്തോഷം കണ്ടെത്തുന്നതും. അപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ബോൾഡായി, അപ്പോൾ അതിൽ നമ്മുടെ സ്വരത്തിലും അതുപോലെ എല്ലാത്തിനും നമുക്ക് മാറ്റങ്ങൾ വരും, പെരുമാറ്റത്തിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ അതിനെന്തിന് എത്രമാത്രം ചൊറിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയും കമൻറ്റുകൾ ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും അവരെ വിടൂ. വെറുതെ അവരെ പുറകെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തി അവരെ സന്തോഷം ഇല്ലാതാക്കരുത്. അവർ മാക്സിമം എൻജോയ് ചെയ്ത് അവർ സന്തോഷത്തോടു കൂടി മക്കളുമായിട്ട് ജീവിക്കട്ടെ. അവർക്ക് നല്ല ഇതുണ്ടാവട്ടെ, ആ മക്കൾക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഷാജിദാക്കും നല്ലൊരു ജീവിതം ഉണ്ടായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.